ദൈവത്തിന് സ്തുതി. ദൈവത്തിന് സ്തുതി. ഒരു നിമിഷം നമുക്ക് ഒരു തിരുവചന ഭാഗം കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 40 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഒരു നിമിഷം കൂടി നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ നിമിഷം നമുക്ക് കണ്ണുകളൊന്നടയ്ക്കാം. തിരുവചനം നമ്മളോട് പറയുന്നു, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും ലഭിക്കുമെന്ന്. നമ്മുടെ കണ്ണുകളൊന്നടച്ച കണ്ണുകൾ മനോമുഖരത്തിൽ നീതിമാനായി വന്ന് രക്ഷകനായി കടന്നുപോയി ദൈവമായി ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ആ രൂപം നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് തെളിയട്ടെ. പടയാളികളുടെ ചാട്ടവാറുകളും പ്രഹരങ്ങളും കുന്തങ്ങളും ഏറ്റപ്പോൾ അവൻ ദൈവമാണെന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ച ഒരുവൾ അവനെ അനുഗമിച്ചിരുന്നു, അവന്റെ അമ്മ. കാരണം ദൈവത്തിന്റെ ദൂതനിൽ നിന്ന് വന്ന തിരുവചനം അത് ദൈവത്തിൽ നിന്ന് തന്നെ ഇന്ന് സ്വീകരിച്ചപ്പോൾ, ഇതാ കർത്താവിന്റെ ദാസി എന്നരുളി ചെയ്തപ്പോൾ വചനം തന്റെ ഉദരത്തിൽ മാംസം ധരിപ്പിച്ചവളാണവൾ. പ്രിയപ്പെട്ടവരെ, ആ നീതിമാന്റെ പ്രതിഫലം ദൈവം ഇന്നും നമുക്കും നൽകുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ആ നീതിമാനായിട്ടുള്ളവനെ മറ്റുള്ളവർ പ്രഹരിക്കുമ്പോഴും പീഡിപ്പിക്കുമ്പോഴും അവനെ തള്ളിക്കളയുമ്പോഴും തള്ളിപ്പറയുമ്പോഴും അവൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അവന്റെ പ്രതിഫലം നമുക്കുണ്ട്. മഗ്ദലന മറിയം വിശ്വസിച്ചു. അവളോട് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചവനിൽ ദൈവത്തെ കണ്ടു, ക്രിസ്തുവിനെ കണ്ടു. പാപത്തിന്റെ വഴികൾ അവൾ ഉപേക്ഷിച്ചപ്പോൾ വിശുദ്ധിയുടെ പ്രതിഫലം അവൾക്ക് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ദമാസ്കസിലേക്ക് പോയ സാവൂളിനെ നീ ആരെ പീഡിപ്പിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് തട്ടിയിട്ടപ്പോൾ, കർത്താവെ നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ, നീ പീഡിപ്പിക്കുന്ന നസ്രായന യേശുവാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ, അത് വിശ്വസിച്ചവൻ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ തിരുമുഖം ദർശിച്ചിട്ടില്ലെങ്കിലും അവൻ അപ്പസ്തോലന്മാരിൽ പ്രമുഖനായ ഒരുവനായി മാറി. ഈ പ്രതിഫലം ഇന്ന് നമുക്കും നൽകാൻ ദൈവം കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരങ്ങൾ ഒന്ന് ഉയരട്ടെ. ശൂന്യതയിലേക്കല്ല ഈ കരങ്ങൾ ഉയരേണ്ടത്. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഈ എഫേത്ത പ്രാർത്ഥന കൂട്ടായ്മയിലാണ് നമ്മുടെ കരം ഉയർന്നു നിൽക്കുന്നത്. 2-3 പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത ആ ദൈവവചനത്തിന്റെ സത്യത്തിൽ നിന്നാണ് നമ്മൾ കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. ആകുലതകളോ വേദനകളോ അല്ല, സത്യമായ ദൈവത്തിന്റെ സാന്നിധ്യം ഈ സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ട് അതരങ്ങൾ തുറക്കട്ടെ പ്രിയപ്പെട്ടവരെ. ശബ്ദമുയരട്ടെ പ്രിയപ്പെട്ടവരെ. ജീവനുള്ള ദൈവത്തെ ജീവനുള്ള സ്വരം കൊണ്ട് സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ, നന്ദി ദൈവമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ഒരു ഈരടികൾ നമുക്ക് കേട്ടുകൊണ്ട് നമുക്ക് ഈ ദൈവത്തിന്റെ സാന്നിധ്യം, പ്രതിഫലങ്ങളിൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം, പ്രതിഫലം നൽകാൻ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ
കരങ്ങൾ യാചനാപൂർവം പിടിച്ചുകൊണ്ട്, ദൈവമേ, ഇന്ന് നീ എനിക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പ്രതിഫലം, ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് ഞാൻ വന്നപ്പോൾ എന്റെ ശിഷ്യൻ എന്നവണ്ണം ഒരു പാത്രം വെള്ളം കൊടുത്താൽ പ്രതിഫലം വാഗ്ദാനം ചെയ്തവൻ ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ വന്നപ്പം തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരീരടികൾ ഏറ്റുപാടിക്കൊണ്ട് ശാന്തമായി ഇരിക്കാം. കണ്ണുകൾ തന്നതു നാഥ നന്മകൾ കണ്ടീടാ, എനിക്കു നാവു തന്നതു നാഥ നന്മ പറഞ്ഞീടാ, എനിക്കു കണ്ണുകൾ തന്നതു നാഥ നന്മകൾ കണ്ടീടാ, എനിക്കു നാവു തന്നതു നാഥ നന്മ പറഞ്ഞീടാ. നീ നിൻ കൺകളിലൂടെ കാണുന്നതുപോലെ എനിക്കു കാണാൻ കരുത്തു നൽകുക കാരുണ്യക്കടലേ, എനിക്കു കാണാൻ കരുത്തു നൽകുക കാരുണ്യക്കടലേ, എനിക്കു കണ്ണുകൾ തന്നതു നാഥ നന്മകൾ കണ്ടീടാ, എനിക്കു നാവു തന്നതു നാഥ നന്മ പറഞ്ഞീടാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ധ്യാനിക്കുക. ഒന്ന് നീതിമാന്റെ പ്രതിഫലവും ഒന്ന് പ്രവാചകന്റെ പ്രതിഫലവും. നാം കാണുന്നുണ്ട് കാൽവരിയിൽ 3 കുരിശുകൾ. അതിൽ നമുക്കറിയാം, ദൈവമായിട്ട് വന്നവൻ, ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവായിച്ച തന്റെ ഏകജാതൻ തന്റെ കള്ളന്മാരുടെ നടുക്ക് കിടക്കുമ്പോൾ ഒരു കള്ളൻ അവനെ പരിഹസിക്കുന്നു. സാധാരണ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ഞാൻ ധ്യാനിച്ചിട്ടുണ്ട്. ഈ സംഭവം ഞാൻ ഒരിക്കലും ആ പരിഹസിച്ച കള്ളനെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ കള്ളനെ കുറ്റം പറയുകയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനും ആ കള്ളന്റെ സ്ഥാനത്ത് ചിലപ്പോൾ ആയിരുന്നെങ്കിൽ അവൻ ചെയ്തതുപോലെ തന്നെ ചിലപ്പോൾ ചെയ്യുമായിരുന്നു. കാരണം ഒരു മനുഷ്യനായി കടന്നു വരുന്നവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അവന്റെ വചനം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാൻ ഞാൻ സ്വീകരിച്ചിട്ടില്ല. ലോകത്തിൻ്റെതായ രീതിയിൽ കടന്നുപോയ ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ സ്വത്ത് കവർന്നെടുത്തുകൊണ്ട് തന്റെ സുഖജീവിതത്തിന്റെ ആർഭാട ജീവിതത്തിന്റെ ഓരോ ദിവസവും കടന്നുപോയ ഒരു മനുഷ്യൻ, അവന് ദൈവം എന്താണെന്നറിയില്ലായിരുന്നു. പക്ഷെങ്കിൽ മറ്റേ കള്ളൻ നമ്മൾ കാണുന്നുണ്ട് സുവിശേഷത്തിൽ, വലതുവശത്ത് കിടന്ന കള്ളൻ അവനെ ശകാരിച്ചുകൊണ്ട് പറയുന്നു, നിനക്ക് ദൈവത്തെ ഭയമില്ലേ? നോക്ക് പ്രിയപ്പെട്ടവരെ, അനാദികാലം മുതലേ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ മക്കൾ, നിയമവും പ്രവാചകന്മാരുടെ നിയമം കൊടുത്ത ദൈവത്തിന്റെ മക്കൾ, ദൈവത്തെ ഭയപ്പെടുന്ന ഓരോ സംഭവങ്ങളും നമുക്ക് സുവിശേഷത്തിൽ കാണാം. നിയമം കിട്ടാതിരുന്ന കാലം പോലും നാം കാണുന്നുണ്ട്. പൂർവ്വ ജോസഫിനെ പാപം ചെയ്യാൻ പോത്തിഫറിന്റെ ഭാര്യ പ്രേരിപ്പിക്കുമ്പോൾ അവനിൽ ദൈവഭയമുണ്ടായിരുന്നു. അവൻ ആ സാഹചര്യം ഒഴിവാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാ ഇവിടെ ഈ നല്ല കള്ളൻ എന്ന് പറഞ്ഞ മനുഷ്യനും ആ മറ്റേ കള്ളനെ ശകാരിച്ചുകൊണ്ട് പറയുന്നു, നിനക്ക് ദൈവഭയമില്ലേ? നമ്മൾ ഇതിന് യോഗ്യരാണ്. പക്ഷെങ്കിൽ പിന്നീട് അവൻ പറയുന്ന ഒരു വചനമാണ്, ഈ നീതിമാൻ നടിവരയിട്ടുകൊണ്ട് അവൻ പറയുകയാണ്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തവരെയാണല്ലോ നമ്മൾ നീതിമാന്മാരെന്ന് വിളിക്കുക. ഇതാ ആ കുരിശിൽ കിടക്കുന്ന ആ മനുഷ്യനെ, പ്രിയപ്പെട്ടവരെ, ഞാൻ പറയും, എപ്പോഴും വിശ്വാസത്തെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുമ്പോഴും ഞാൻ പ്രഘോഷിക്കുമ്പോഴും ഏറ്റവും അധികം ഞാൻ ഉദ്ഘോഷിക്കുന്ന ഈ നല്ല കള്ളന്റെ ഉപമയാണ്. കാരണം ഈ നല്ല കള്ളന്റെ വിശ്വാസം
അത്രമാത്രം പ്രഘോഷിക്കപ്പെടണമെങ്കിൽ ശക്തി വേണം, ബലം വേണം. ഈശോ പറഞ്ഞതുപോലെ നിയമവും പ്രവാചകന്മാരും യോഹന്നാന്റെ കാലം വരെയായിരുന്നു. അതിനുശേഷം ഇതാ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ബലവാന്മാർ അതിൽ പ്രവേശിക്കും. ശക്തിയുടെ സുവിശേഷം. പ്രിയപ്പെട്ടവരെ, എന്നോ എവിടെയോ കേട്ടിട്ടുണ്ടാകാം ഈ യേശുവിനെ കുറിച്ച്. പക്ഷേ അവന്റെ ഹൃദയത്തിൽ യേശു എഴുതപ്പെട്ടിരുന്നു. അവൻ നീതിമാനായിരുന്നു. നാം കാണുന്നുണ്ട്, നീതിമാനെ നീതിമാനായിട്ട് കണ്ടവന് ദൈവം കൊടുക്കുന്ന പ്രതിഫലം. നീതിമാനെ നീതിമാനായിട്ട് മാത്രം കണ്ടവന് ദൈവം അവിടെ വെച്ച് പർദീസ പ്രതിഫലം നൽകുന്നു. ഒന്നോർത്ത് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, നാളതുവരെ മോഷണത്തിലും പിടിച്ചുപറിയിലും കള്ളത്തരത്തിലും വ്യാപരിച്ചവൻ ആ കുരിശിൽ കടന്നുകൊണ്ട് തന്റെ കൂടെ തന്നെ പോലെ പീഡിപ്പിക്കപ്പെട്ട് കടന്ന ഒരുവനിൽ നീതിമാനായ ഒരു മനുഷ്യനെ കണ്ടുവെങ്കിൽ, അവനിൽ ദൈവത്തെ കണ്ടുവെങ്കിൽ, ആ ദൈവം അവന് പ്രതിഫലം നൽകുകയാണ് അവിടെ വെച്ച്. പ്രിയപ്പെട്ടവരെ, ഒന്നോർത്ത് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിലും കടന്നു പോരുന്ന വഴിത്താരകളിൽ നമുക്കോരോ ദിവസവും കൂദാശികൾ പരികർമ്മം ചെയ്തു തരുന്ന നമ്മുടെ വിശുദ്ധരായ വൈദികരെ ഒന്നോർത്ത് നോക്കിക്കേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജ്ഞാനസ്നാനം ചെയ്തു തന്ന വൈദികരെ നമ്മൾ ഓർത്ത് നോക്കിക്കേ. ഓരോ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി അൾത്താരയിൽ നിന്ന് ഇതെന്റെ കർത്താവിന്റെ ശരീരമാകുന്നു, ഇതെന്റെ കർത്താവിന്റെ തിരുരക്തമാകുന്നു എന്നരുളി ചെയ്യുമ്പോൾ ആ വിശുദ്ധരായ വൈദികരുടെ ആ കരങ്ങളിലൂടെ കർത്താവ്, ആ അതരങ്ങളിൽ ഉതിരുന്ന വാക്കുകളിലൂടെ കർത്താവ് ഇറങ്ങി വരുന്നെങ്കിൽ അവരെ നമ്മൾ വിമർശിക്കുമ്പോൾ ആരെ വിമർശിക്കുന്നു? അവരെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ആരെ കുറ്റപ്പെടുത്തുന്നു? പ്രിയപ്പെട്ടവരെ, ഓരോ വൈദികനും നാം ചിന്തിക്കണം, നാം ധ്യാനിക്കണം. ഓരോ സമർപ്പിതരും കുരിശിൽ കിടക്കുന്നത് പോലെ, ദൈവം കുരിശിൽ കിടക്കുന്ന പോലെ ഈ ജീവിതത്തിന്റെ ക്ലേശങ്ങളുടെ കുരിശിൽ കിടക്കുന്നവരാ. നമ്മെ പോലെ ഒരുപാട് സാഹചര്യങ്ങൾ അവർക്കില്ല. വേദനകൾ പങ്കുവെക്കാൻ അവർക്ക് സാഹചര്യങ്ങളില്ല. സന്തോഷങ്ങളിൽ ആഹ്ലാദിക്കാൻ അവർക്ക് സാഹചര്യങ്ങളില്ല. ദുഃഖങ്ങളിൽ പങ്കുവെക്കാൻ ആൾക്കാരില്ല. എന്നാലും അവർ ദൈവത്തെ പ്രതി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ആ കുരിശിൽ കിടക്കുമ്പോൾ വിമർശിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കുക, നമുക്ക് നഷ്ടപ്പെടുന്നത് നീതിമാന്റെ പ്രതിഫലമാണ്. ഒരിക്കൽ കൂടി നമുക്ക് പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്താം. നാളിതുവരെ എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ അഭിഷിക്തരെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സമർപ്പിതരെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നാളിതുവരെ നീതിമാന്മാരും വിശുദ്ധരുമായ വൈദികരെയോ സമർപ്പിതരെയോ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്കെതിരെ ഞാൻ അപവാദങ്ങളോ അവിഖ്യാതികളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതാ ഇന്ന് നിമിഷം ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ കരുണയോടെ കാത്തിരിക്കുന്നു. വന്നുപോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് ഓരോ വൈദികരെയും ഓരോ സമർപ്പിതരെയും ദൈവത്തിന്റെ വചനത്തിന് ശുശ്രൂഷ ചെയ്യുന്ന ഓരോ മക്കളെയും ദൈവത്തിന്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട്, ദൈവമേ, ഞാൻ നാളെ മുതൽ അവരെ ബഹുമാനിക്കും എന്ന് നമുക്ക് തീരുമാനമെടുത്തുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക പ്രിയപ്പെട്ടവരെ, ശബ്ദമുയർത്തി സ്തുതിക്കുക പ്രിയപ്പെട്ടവരെ. ഇരുന്ന് സ്തുതിക്കുമ്പോൾ ശബ്ദമില്ലെങ്കിൽ എഴുന്നേറ്റ് സ്തുതിക്കുക. ഹല്ലേലൂയ, സ്തോത്രം ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. നാളിതുവരെ കർത്താവേ, അങ്ങയുടെ അഭിഷിക്തരോട് ഞാൻ ചെയ്തു പോയ സകല അപരാധങ്ങളും സകല പാപങ്ങളും ക്ഷമിക്കണമേ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് സ്തുതിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. വീണ്ടും നമുക്ക് കാണാം, പഴയ നിയമത്തിലേക്ക് ഞാനൊന്ന് പോവുക പ്രിയപ്പെട്ടവരെ. റൂത്തിന്റെ പുസ്തകം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പഴയ നിയമ പുസ്തകമാണ്. ഒരമ്മയെ അമ്മയായി കണ്ടവൾ റൂത്ത്, അമ്മയായി കണ്ടവൾ റൂത്ത്. സ്വന്തം ജീവിത പങ്കാളിയും ആ ജീവിത പങ്കാളിയുടെ സഹോദരനും ആ ജീവിത പങ്കാളിയുടെ പിതാവുമെല്ലാം മരിച്ചപ്പോൾ താൻ ഏത് നാട് ഉപേക്ഷിച്ചു പോന്നോ
ആ നാട്ടിലേക്ക് പോകാൻ വെമ്പൽ കൊണ്ടുകൊണ്ട് തിരിച്ചു പോകുന്ന നയോമി. പ്രിയപ്പെട്ടവരെ, തിരിച്ചു പോകുമ്പോൾ നയോമി തന്റെ 2 മരുമക്കളായ റൂത്തിനോടും തന്റെ മറ്റേ മരുമകളോടും പറയുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു പോകുക, നിങ്ങളുടെ ചാർച്ചക്കാരുടെ പക്കലേക്ക് നിങ്ങൾ തിരിച്ചു പോകുക. നിങ്ങളുടെ ചാർച്ചക്കാരുടെ അടുത്ത് ചെന്ന് നിങ്ങൾ വിവാഹം കഴിച്ച് നിങ്ങൾ പുത്രന്മാർക്ക് ജന്മം നൽകി നിങ്ങൾ ജീവിക്കുക. ഞാനോ ദൈവത്തിന്റെ അതിരറ്റ പ്രഹരത്തിന്റെ കരം എന്റെ മേൽ പതിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇനിമേൽ നയോമി അല്ല, ഞാൻ മീറ എന്ന് വിളിക്കപ്പെടണം, കയ്പ് നിറഞ്ഞവൾ. പ്രിയപ്പെട്ടവരെ, നാം കാണുന്നുണ്ട് ആ പുസ്തകത്തിൽ മറ്റവൾ നയോമിയുടെ റൂത്തിന്റെ സഹോദരി പറഞ്ഞു, അവൾ തന്റെ അമ്മായിയമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോകുന്നു. എന്നാൽ നയോമി ആകട്ടെ ഇങ്ങനെ പറയുന്നു, അമ്മയുടെ കൂടെ പോരാതിരിക്കാനോ അമ്മയുടെ കൂടെ പോരാതിരിക്കാൻ എന്നെ നിർബന്ധിക്കരുത്. അമ്മ വരുന്നിടത്ത് ഞാനും വരും, അമ്മ വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എന്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എന്റെ ദൈവവുമായിരിക്കും. മരണം കൊണ്ട് എന്നെ ദൈവം വേർപെടുത്തിയാൽ പോലും ദൈവം എന്നെ പ്രഹരിച്ചു കൊള്ളട്ടെ, പക്ഷേ അമ്മയെ ഞാൻ ഉപേക്ഷിച്ചു പോകുകയില്ല. പ്രിയപ്പെട്ടവരെ, പിന്നീട് നാം കാണുന്നുണ്ട് നയോമി അവളെ ഒരു വയലിലേക്ക് നയിക്കുന്നതും ആ വയലിന്റെ ഉടമയായ ഓബദിന്റെ പിതാവ് അവളെ വിവാഹം കഴിക്കുന്നതും ആ വിവാഹത്തിൽ ബോവാസിന്റെ വയലിലേക്ക് നയിക്കുന്നതും ബോവാസ് അവളെ വിവാഹം കഴിക്കുന്നതും ബോവാസിന് റൂത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതും പ്രിയപ്പെട്ടവരെ നാം കാണുന്നുണ്ട്. ആ കുഞ്ഞാണ് ആ ബോവാസിന് റൂത്തിൽ ജനിച്ച ഓബദ് എന്ന കുഞ്ഞാണ് ദാവീദിന്റെ പിതാവായ ജസ്സയുടെ പിതാവ് ഓബദ്. നാം കാണണം പ്രിയപ്പെട്ടവരെ, സ്വന്തം അമ്മയെ സ്വന്തം അമ്മയായിട്ട് കണ്ടവൾക്ക് ദൈവം ക്രിസ്തുവിന്റെ നാൾ വഴിയിൽ, ജനനത്തിന്റെ നാൾ വഴിയിൽ ഒരമ്മയുടെ സ്ഥാനം കൊടുക്കുന്ന ചരിത്രം. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പന. നീ നല്ല പ്രായത്തോളം ഭൂമിയിൽ ജീവിച്ചിരിക്കണമെങ്കിൽ നിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുമെന്നുള്ള കൽപ്പനയ്ക്ക് ദൈവം അടിവരയിട്ട് തരുന്ന സുവിശേഷ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, ഏതൊരു വിവാഹത്തിലും ഏത് ജാതിയിൽപ്പെട്ടതായിക്കോട്ടെ, മതത്തിൽപ്പെട്ടതായിക്കോട്ടെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ഒരു സ്ത്രീ വിവാഹിതയാകുമ്പോൾ ആ ക്രൈസ്തവ സഹോദരിയുടെ പിതാവും മാതാപിതാക്കളും സഹോദരങ്ങളുമെല്ലാം ഭർത്താവിന്റെ വീട്ടുകാരായി രൂപാന്തരം പ്രാപിക്കുന്ന ചരിത്രമാണ്, സത്യമാണ് നാം കാണുക. എന്നാ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ കുടുംബ ജീവിതങ്ങളുടെ ഏറ്റവും വലിയ തകർച്ച എന്താണ്? വിവാഹം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളായിട്ട് കാണാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം ഇന്ന് തകർന്നിരിക്കുന്നു. നമുക്ക് കാണാം, തോബിത്തിന്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. തോബിത്തിന്റെ പുസ്തകത്തിൽ തോബിയാസ് തന്റെ മകളെ തോബിത്തിന് നൽകുമ്പോൾ, തോബിത്തിന് തന്റെ ഭാര്യയെ സ്വീകരിക്കുമ്പോൾ ആ തോബിയാസിന്റെ തോബിത്തിന്റെ അമ്മായിയപ്പൻ പറയുന്നുണ്ട്, മകളെ, ഇനിമേൽ നിന്റെ ചാച്ചക്കാര്, നിന്റെ ബന്ധുക്കളായിരിക്കും നിന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ കുടുംബാംഗങ്ങൾ. പ്രിയപ്പെട്ടവരെ നാം കാണുന്നുണ്ട്. എന്നാൽ ഇതാ നമ്മുടെ ഈ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇന്ന് നമ്മുടെ കുടുംബ ജീവിതങ്ങളെ നമ്മൾ എടുത്തു നോക്കിക്കേ. നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മുടെ സ്വന്തം മാതാപിതാക്കന്മാരായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവത്തോട് നമുക്ക് മാപ്പ് ചോദിക്കാം. ദൈവത്തോട് നമുക്ക് മാപ്പ് ചോദിക്കാം. എന്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളായിട്ട് കാണുവാനും എന്റെ അപ്പനെ പോലെ തന്നെ എന്റെ അമ്മയെ പോലെ എന്റെ ഭർത്താവിന്റെ അപ്പനെയും അമ്മയെയും സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും ദൈവമേ നിന്റെ കൃപ എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവമേ അവർ ജീവിക്കുന്നിടത്ത് അവരോടൊത്ത് വസിക്കുവാനും അവരുടെ ചാർച്ചക്കാർ എന്റെ ചാർച്ചക്കാരായി തീരുവാനും അവരുടെ ദൈവം തന്നെ എന്റെ ദൈവമായി തീരുവാനുള്ള കൃപയിലേക്ക് ദൈവമേ എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ആകെ തകർന്നു പോകുന്ന കുടുംബ ജീവിതങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ സമൂഹം നിലനിൽക്കുന്നത്. ആകെ തകർന്ന് തരിപ്പണമാകുന്ന, കാരണം നമുക്കറിയാം, ആകെ ഒന്നോ രണ്ടോ മക്കൾ. ആ മക്കൾക്ക് തങ്ങളുടെ സൗകര്യം നോക്കി, തങ്ങളുടെ ജോലിയുടെ സൗകര്യം നോക്കി
ദേശത്തേക്കും വിദേശത്തേക്കും കടന്നു പോകുന്ന മക്കൾ, പക്ഷെ തന്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ അവരുടെ ഭവനങ്ങളിൽ കഴിയുമ്പോൾ തന്റെ മക്കൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച്, തന്റെ മക്കൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ വ്യയം ചെയ്ത് തങ്ങളെ പരിചരിക്കാൻ ആരുമില്ലാതെ തങ്ങളുടെ ഭവനങ്ങളിൽ കഴിയുന്ന ആ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരിന് നമ്മൾ പ്രതിഫലം കൊടുക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് പശ്ചാത്തപിക്കാം. നമ്മുടെ ശുശ്രൂഷ ലഭിക്കാതെ, നമ്മുടെ പരിചരണം ലഭിക്കാതെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്നേഹം ലഭിക്കാതെ, നമ്മുടെ സ്വാതന്ത്ര്യം ലഭിക്കാതെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭവനങ്ങളുണ്ടെങ്കിൽ, ദൈവമേ, അവരെ ഈശോയുടെ കരങ്ങളിലേക്ക്, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട്, അവരെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ദൈവത്തെ ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഈശോയെ നന്ദി പറയുന്നു, ദൈവമേ നന്ദി പറയുന്നു, ഈശോയെ നന്ദി, ഹല്ലേലൂയ, സ്തോത്രം ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ദൈവമേ നന്ദി പറയുന്നു, ഈശോയെ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ശാന്തമായിരിക്കാം. ഒരിക്കൽ കൂടി ഒന്നുകൂടി നമുക്ക് തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ലൂക്കായുടെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 40-ാമത്തെ തിരുവചനം. പ്രിയപ്പെട്ടവരെ, അതിന്റെ അകത്ത് ഈശോ പറയുന്നുണ്ട്, ഈ ചെറിയിൽ ഒരു നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന്. അവസാനം ദൈവം അന്ത്യവിധിയുടെ ആ ഭാഗത്ത്, അന്ത്യവിധിയുടെ സമയത്ത് ദൈവം പറയുകയാണ്, ദൈവം തന്റെ നീതിമാന്മാരെയും ദുഷ്ടരെയും രണ്ടായിട്ട് തിരിച്ചിട്ട് നീതിമാന്മാരോട് ദൈവം പറയുകയാണ്, അനാദികാലം മുതലേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യസൗഭാഗ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവിൻ. കാരണം അവിടെ യോഗ്യത മറ്റൊന്നുമല്ലായിരുന്നു. നിങ്ങൾ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ ചെറിയിൽ ഒരു ചെയ്തപ്പോഴെല്ലാം നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ചുറ്റുപാടുകളിൽ ദൈവത്തിന്റെ ചെറിയവരായിട്ടുള്ളവരെ നമ്മൾ അവഗണിച്ചിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുപാടുമുള്ള ദരിദ്രരെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? തടവറയിൽ കിടക്കുന്നവരെ നമ്മൾ കുറ്റം വിധിച്ചിട്ടുണ്ടോ? രോഗിയായി കിടക്കുന്നവനോട് അവന്റെ കുറ്റങ്ങളും അവന്റെ ചെയ്തികളും മൂലമാണ് അത് സംഭവിച്ചത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? പരദേശിയായി വന്ന ഏതെങ്കിലും ഒരുവന് നമ്മൾ സഹായം ചെയ്യാതെ നമ്മൾ പറഞ്ഞയച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിത്യസൗഭാഗ്യത്തിന്റെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തികളുടെ ആ ഓരോ കണക്കും ദൈവത്തിന്റെ കരങ്ങളിലുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. നമുക്കറിയാം, ചെറിയവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ശുശ്രൂഷിച്ച, സ്നേഹിച്ച, സ്വീകരിച്ച, ഈ കാലഘട്ടത്തിൽ ജീവിച്ച് വിശുദ്ധിയുടെ പടവിലേക്ക് എത്തി നിൽക്കുന്ന മദർ തെരേസയെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്. പ്രവാചകനെ പ്രവാചകനായിട്ട് കാണുന്നവന് പ്രവാചകന്റെ പ്രതിഫലം, നീതിമാനെ നീതിമാനായിട്ട് കാണുന്നവന് നീതിമാന്റെ പ്രതിഫലം. ഈ ചെറിയരിൽ ഒരുവന് ഈശോയെ കണ്ടവന് ഈശോയുടെ പ്രതിഫലം. ഇതെല്ലാം ഒരേ പ്രതിഫലം, സ്വർഗത്തിന്റെ പ്രതിഫലം. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗം ലഭിക്കുവാൻ വേണ്ടിയാണ് ഓരോ ക്രൈസ്തവനെയും ദൈവം തന്റെ പുത്രനെ നൽകിക്കൊണ്ട് ദൈവത്തിന്റെ ആ ദത്തുപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുന്നത്. നമുക്കൊന്നോർക്കാം, ഈ പ്രതിഫലത്തിന് ഞാൻ എനിക്കെന്തെങ്കിലും യോഗ്യതക്കുറവുണ്ടെങ്കിൽ, ഈ പ്രതിഫലത്തിന് എന്തെങ്കിലും എന്റെ പ്രവൃത്തികൾ ദോഷമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ, ആ ശാപത്തിന്റെയും ആ പാപത്തിന്റെയും ആ പ്രവൃത്തികളുടെയും ദോഷങ്ങളിൽ നിന്ന് എന്നെ ഇന്ന് മോചിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എന്റെ ചുറ്റുപാടുമുള്ള ദരിദ്രരെയും യാചകരെയും മുടന്തരെയും വികലാംഗരെയും കുറ്റവാളികളെയും രോഗികളെയും എന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. എന്റെ ചുറ്റുവട്ടത്തുമുള്ള വേദനിക്കുന്ന ഓരോ മക്കളെയും എന്റെ മനോമുഖത്തിലേക്ക് കൊണ്ടുവരിക. ചിലപ്പോൾ അതിന്റെ ഭവനത്തിലായിരിക്കാം, എന്റെ സ്നേഹത്തിന്റെ പരിചരണം കിട്ടേണ്ട എന്റെ മാതാപിതാക്കളായിരിക്കാം, ചിലപ്പോൾ എന്റെ ജീവിത പങ്കാളിയായിരിക്കാം, ചിലപ്പോൾ എന്റെ മക്കളായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം അവരെ ഇരുകരങ്ങളിലും ഉയർത്തിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിക്ക്. ഇരുകരങ്ങളിലും അവരെ സംവഹിച്ചുകൊണ്ട് ഹൃദയത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവരെ ഒന്ന് ഉയർത്തിക്ക്.
എന്നിട്ട് ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി ഒന്ന് സ്തുതിക്കാം. ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങട്ടെ. കാണുന്നവരെ ദൈവത്തിന്റെ രൂപം കണ്ടുകൊണ്ട്, ദൈവത്തിന്റെ പ്രതിച്ഛായ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കുവാൻ, അവരെ സ്വീകരിക്കുവാൻ കർത്താവേ എനിക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കണ്ണുകൾ തന്നതു നാഥ നന്മകൾ കണ്ടിടാ, എനിക്കു നാവു തന്നതു നാഥ നന്മ പറഞ്ഞിടാ, എനിക്കു കണ്ണുകൾ തന്നതു നാഥ നന്മകൾ കണ്ടിടാ, എനിക്കു നാവു തന്നതു നാഥ നന്മ പറഞ്ഞിടാ. നീ നിൻ കൺകളിലൂടെ കാണുന്നത് പോലെ എനിക്കു കാണാൻ കരുത്തു നൽകുക കാരുണ്യക്കടലേ, എനിക്കു കാണാൻ കരുത്തു നൽകുക കാരുണ്യക്കടലേ. എനിക്കു കണ്ണുകൾ തന്നതു നാഥ നന്മകൾ കണ്ടിടാ, എനിക്കു നാവു തന്നതു നാഥ നന്മ പറഞ്ഞിടാ. മറ്റുള്ളവരിൽ നിന്നും നീ എന്താഗ്രഹിക്കുന്നുവോ, മറ്റുള്ളവരിൽ നിന്നും നീ എന്താഗ്രഹിക്കുന്നുവോ അതുപോലെ എൻ മകനെ അന്യർക്കും നീ ചെയ്തിടുവിൻ, അതുപോലെ എൻ മകനെ അന്യർക്കും നീ ചെയ്തിടുവിൻ. എനിക്കു കണ്ണുകൾ തന്നതു നാഥ നന്മകൾ കണ്ടിടാ, എനിക്കു നാവു തന്നതു നാഥ നന്മ പറഞ്ഞിടാ. അവനിൽ ആശ്രയിക്കുമ്പോൾ അവനായെല്ലാം നൽകിടുമ്പോൾ, അവനിൽ ആശ്രയിക്കുമ്പോൾ അവനായെല്ലാം